വിഭാഗീയത രൂക്ഷമാകുന്നതിനിടയിൽ CPM ജില്ലാ സമ്മേളനങ്ങൾക്ക് ഇന്ന് തുടക്കമായി. കൊല്ലം ജില്ലാ പ്രതിനിധി സമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടനം ചെയ്തു. പരസ്യ പ്രതിഷേധത്തിൽ പിരിച്ചുവിട്ട കരുനാഗപ്പള്ളി ഏരിയയിലെ പ്രതിനിധികളില്ലാതെയാണ് സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനം ഉയരാനും സാധ്യതയുണ്ട്. ബ്രാഞ്ച് തലം മുതൽ ഏരിയ സമ്മേളനങ്ങൾ വരെ വിഭാഗീയത രൂക്ഷമായ സമ്മേളനകാലം. പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി മാർച്ചിൽ സംസ്ഥാന സമ്മേളനം നടക്കേണ്ട കൊല്ലത്തു നിന്നാണ് ഇത്തവണ ജില്ലാ സമ്മേളനങ്ങൾക്ക് തുടക്കമായത്. 17 ഏരിയ കമ്മിറ്റികളിൽ നിന്നായി 450 സമ്മേളന പ്രതിനിധികൾ. സംസ്ഥാന സെക്രട്ടറി നേരിട്ടെത്തി പിരിച്ചുവിട്ട കരുനാഗപ്പള്ളിയിൽ നിന്നും പ്രതിനിധികൾ സമ്മേളനത്തിനില്ല. ഏരിയയിൽ നിന്നുള്ള ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ ഒഴിവാക്കാനും സാധ്യതയുണ്ട്. പാർട്ടിയുടെ ചിട്ടയും ക്രമവും അനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ ഇടപെടൽ ഉണ്ടാകുമെന്ന നടപടി പരാമർശിച്ചുകൊണ്ടായിരുന്നു MA ബേബിയുടെ ഉദ്ഘാടന പ്രസംഗം. 2026 തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ 30 വർഷം ഇടതു സർക്കാരുകൾ എന്ത് ചെയ്തുവെന്ന വിലയിരുത്തൽ ഉണ്ടാകണമെന്നും നേട്ടങ്ങൾക്കൊപ്പം കോട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും MA ബേബി പറഞ്ഞു. എന്താണ് ഈ 3 പതിറ്റാണ്ടുകാലം കേരളപ്പിറവിക്ക് ശേഷം വ്യത്യസ്ത ഘട്ടങ്ങളിലായി ഭരണത്തിലിരുന്ന ഇടതുപക്ഷ നേതൃത്വത്തിലുള്ള ഗവൺമെന്റുകൾ കേരളത്തിന് വേണ്ടി ചെയ്തത്? അപ്പോൾ 2026 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടുമുമ്പുള്ള കേരളത്തിലെ 5 വർഷത്തെ പിണറായി വിജയൻ ഗവൺമെന്റ് എന്ത് ചെയ്തു എന്ന് മാത്രം പരിശോധിച്ചാൽ പോരാ. ഈ 30 വർഷം 3 പതിറ്റാണ്ട് വ്യത്യസ്ത ഘട്ടങ്ങളായി എന്തു ചെയ്തു, അതെങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു മറ്റുള്ളവരിൽ നിന്ന്? ആ അവലോകനം നടത്താനുള്ള തയ്യാറെടുപ്പ് നമ്മൾ ഇപ്പോഴേ തുടങ്ങണം. വിഭാഗീയതയും ചേരിപ്പോരും സംസ്ഥാന സർക്കാരിനെതിരായ വിമർശനങ്ങൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം, ജില്ലാ നേതൃത്വത്തിനുണ്ടായ വീഴ്ചകൾ ഉൾപ്പെടെ സമ്മേളനത്തിൽ ചർച്ചയാകും. പാർട്ടി പ്രതിസന്ധിയിലായ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് വിമർശനങ്ങളെ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. 12-ന് വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനത്തിനാണ് സമാപനം. ജനം, കൊല്ലം.